ചെല്ലാട് പണി തന്നെയാ. ഇതിന് പാഠം വിറ്റ് BA BEd വരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിനും CID നിയമിച്ചു തുടങ്ങി. കാലം മാറിയൊന്നും അമ്മ അറിഞ്ഞില്ലേ? ഈ ഗ്രാമം പോലെയൊന്നും അല്ല പട്ടണം. അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് അയൽവക്കാരന് പോലും അറിയാൻ പറ്റില്ല. ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളമ്മേ. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നിന്റെ അമ്മയെ കെട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചതാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് എല്ലാവരും പറഞ്ഞ്. എന്നിട്ടിപ്പോ എന്തായി? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ. ആദ്യത്തെ കുട്ടി ആണാവാൻ ഉരുളിച്ച, രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച. എന്നിട്ടിപ്പോ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഉരുണ്ട ഏത് കാര്യവും നടക്കും. ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ? ഉണ്ണീട്ടും ജോലിക്ക് പോകണം തന്നെയാണ് അമ്മായി പറയുന്നത്. പിന്നല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ. വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു. ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി ചോർത്തി എടുക്കാന്നൊക്കെ പറഞ്ഞ മൂഴി മണൽ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നത് പോലെ ഭയങ്കര പാടാ. എന്ത് പറഞ്ഞാലും അവന്റെ ഒരു ഇഷ്ടികയും ചോളയും. എനിക്ക് പോടാ. താങ്ക് യു. ഞാൻ CID ആവാൻ പോകുന്ന വിവരം ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതാ. അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. വണ്ടി നാളേക്ക് വേണം. നല്ല ഒന്നാന്തരം വീട്. കുറഞ്ഞത് 1 ലക്ഷം കട്ടെങ്കിലും കയറിക്കാം. കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. ഉള്ള പോണം അമ്മ പാക്കണം. ഏതൊക്കെ രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണരോഗം, മന്ദ, ഗ്യാസ് ട്രബിൾ, ധാതുക്ഷയം, ബലക്ഷയം, ഇമാതിരി എല്ലാവിധ പൈത്യത്തിനും പറ്റുന്ന ഒത്തമൊഴി ഇരിക്കും സാർ. ഓ, അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ? ഇവിടുത്തെ അമ്മാവക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്ന ആര് പറഞ്ഞു? ഉള്ള വിടുമ്പോ തിരുമ്പി വരുമ്പോൾ ഞാൻ உங்களுக்கு എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ? ഇരിക്കും സാർ. എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്കും. ആദ്യം എന്റെ മെലിച്ചിനെ മാറ്റും, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കതയ്യ, കൊഞ്ചം ഉള്ള വിടുക. വിടമാട്ടൻ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. ലാടന്റെയും കോടാങ്കിയുടെയും ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ அப்படி ஒண்ணும் சொல்லாதீங்க. நாங்க வந்து ஒரிஜினல் ലാഡേഴ്സ്. സർട്ടിഫിക്കറ്റ് இருக்கா? ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ, എന്ന അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. நாங்க வரட்டுமா? வரண்டாന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? ഞങ്ങൾ പോട്ടുമാ എന്ന് ഇറങ്ങി പോടോ. ഇതാര കാപ്പരികൾ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി? കളിക്കാൻ അങ്ങോട്ട് മാറിയില്ല മനുഷ്യ. സോറി, ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില്ല. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാരെ സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട്. വാരം ഓടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. ഏലക്കാരിയാ കൊച്ചമ്മയുടെ ഭാവം. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. സാരമില്ല, താഴെ വന്നല്ലേ സമ്മാനം പിടിക്കാൻ നോക്കൂ. വാ, നമുക്ക് പിന്തുടരാം. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ആലുവ കട്ട പോലെ ഉണ്ട്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ. തെണ്ടി, അവളിപ്പോ എങ്ങോട്ടാ പോകുന്നു? മുമ്പോട്ട്. ആഹാ, നല്ല ബെസ്റ്റ് കട്ട. നിന്റെ 16 അടിയന്തരത്തിന് വച്ച് കത്തിക്കാം. നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം? എടാ തെണ്ടി, അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത് ശരിയാ.
സംസാരിക്കുന്ന രണ്ട് ലാടന്മാർ കുറെ നേരമായിട്ട് എന്നെ പുറകെ നടക്കുക. ആൺമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു. എവിടെ? ദാ. അങ്ങനെ പോകാൻ വരട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിലെ സെർവന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്താ പ്രശ്നം? സർവന്റോ? അത് இந்த பொண்ணை குறிச்சு எங்களுக்கு ஒண்ணுமே தெரியாது. நாங்க புதுசா வந்த லாடே. ஆமா, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതേ കേരളത്തിൽ വന്നിട്ട് തമിഴ് പേശുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലാടവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പുള്ള ലാടന്മാരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തരം ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നിനുമല്ല. ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ്. മുടി തഴച്ച് വളർന്ന സിദ്ധൌഷധം ഞങ്ങളുടെ പക്കലുണ്ട്. ആമത്തേലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ മരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? തുണി കഴിഞ്ഞോ? തുണി കഴിഞ്ഞോ? കുന്തവും കൊലത് പിടിക്കാൻ മര്യാദക്കാണ്. ചൂടാ രണ്ട് ചായ കൂടണേ. ഇവിടെ രണ്ട് ചായ കൊടുക്ക്. അയ്യോ, ആശനുണ്ടോ? ആശാനത് ഞങ്ങളാ. ഓ നിങ്ങളെന്താ ഈ വേഷത്തിൽ ഇവിടെ? ആശാനെന്താ ഇവിടെ? ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ. കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക. ചായയുടെ നല്ല വ്യായാമമാണ്. വെറുതെ കിടന്ന് ഉരുളാതെ ആശാനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത് ചെയ്യും? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക. നാട്ടിക്കല്ലേ, ഞാനത് എടുത്തു തരാം. വേണ്ട, ഉരുളി തിരിച്ചു കിട്ടാൻ അമ്മ ഒരുപാട് നേരത്തെ നടന്നുണ്ട്. അതെ, ദൈവം തന്നെ എത്തിച്ചോളൂ. അയ്യോ, തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുപോവാ. കടപ്പലകാരൻ നിന്നിട്ട് കുറെ നാളായി. അതെ, പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ. അത് കൊണ്ടുപോവാ. പ്രതികാരം ചെയ്യണല്ലേ? കൊണ്ടുവാ. ഓ, തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളോട് പറയാമായിരുന്നില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ. പക്ഷെ എനിക്ക് ആ നേരത്ത് അതിനൊന്നും തോന്നിയില്ല. കൊച്ചമ്മയ്ക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്യലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി. പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു വീട്ടിലും അവർ ചെന്നിട്ടില്ല. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. അപ്പൊ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ശരിയാ. അല്ലെങ്കിൽ അവന്മാര് സെർവന്റിന്റെ പിന്നാലെ പോണ്ട കാര്യം എന്താ? നീ അവളെ ഒന്ന് വിളിച്ചേ. നീ എവിടെ പോന്നു? കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോ അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാരേ, അയ്യേ, എന്റെ മൂഡ് പോയി. എന്തിനാ എന്നെ വിളിച്ചത്? ആ ലാടന്മാരെ ക്ലാര ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഇതെന്റെ കടിമൂൽ കാഴ്ചയാ. അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ? എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നെന്നാണ് ഓടിക്കൂടിയവരോട് അവന്മാര് പറഞ്ഞത്. അതുള്ളതായിരിക്കും. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അതെ, റെഡ് ചില്ലി കട്ടിന് കുക്കറി കിടക്കുക. അപ്പൊ ലാടന്മാരെ ഡാക്ടർ വന്നുകൊണ്ടെന്നാൽ എല്ലാരും പട്ടിണിയാവും. ക്ലാര വയ്ക്കോ. അയ്യടാ. ഉമ്മോ, ഓ, ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേറ്റ് തുറന്നു കൊടുത്താൽ മതി. ഇവനെന്തിനാ കരയുന്നത്? എനിക്കറിഞ്ഞൂടാ. എന്തിനാണോ കരയുന്നത്? എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞൂടാ. ശരി സാർ. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ. സോറി സോറി. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർണർ, വാക്കുകൾ വളർത്തടിക്കരുത്. എന്റെ പേര് ഗാർഡനർ എന്നല്ല. ഓ, ഗാർണർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ എന്നാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്. എന്റെ അപ്പനും വീട്ട പേര്. ഓ, അയ്യോ അറിയാൻ അറിയില്ല. എന്താ പേര്? ഉമ്മ. എന്താ? ഉമ്മ. അയ്യോ ചേച്ചി. അയ്യോ, എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അപമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയെ വെച്ചുണ്ടായിരിക്കണോ? അയ്യോ, ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. പിന്നെ? അത് ചോദിക്കത്തക്കുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മ എന്ന് വിളിക്കും. എന്നാ ഉമ്മനങ്ങ് ചെല്ല. വെള്ളം തലേ താന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്.
ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്, ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ടോ വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു, പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവനാശം നന്നാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിച്ചു. ആ. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് ഒന്നാണ് കൂടെ പാസ്സായതാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിങ്ങിൽ ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു, ചെടിക്ക് കുഴികൊണ്ടുന്ന നിങ്ങൾ അവിടെ കിടക്കുന്നു. അയ്യേ, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. ഞാൻ തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. കറക്റ്റ്. ഹായ് ഡാഡി. നിങ്ങളിങ്ങ് എത്തിയോ? ഡാഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എത്താൻ പാഞ്ഞു വരികയായിരുന്നു ഞങ്ങള്. ഏതായാലും സമയത്തിന് എത്തി. അരുന്ധതി നായർ, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇതേതാ കാറ്? സ്റ്റേഷനിൽ പിടിച്ചാണ്? അല്ല അങ്കിൾ, ഗുരുവായൂരിൽ ലിഫ്റ്റ് കിട്ടി. ഞങ്ങൾ സുഖമായിട്ട് പോന്നു. കാറിലാണ് പുറപ്പെടുന്നതെന്ന് എന്നെ ഇൻഫോം ചെയ്യാത്ത എന്താ? വഴിക്ക് ഒന്ന് രണ്ടിടത്തുനിന്ന് നമ്പർ ട്രൈ ചെയ്താ ലൈൻ കിട്ടണ്ടേ? അനന്തപത്മനാഭൻ. ഓ സോറി, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. മിസ്റ്റർ പ്രേം, ഇത് മിസ്റ്റർ പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാ. പുള്ളിയെ ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത്. മനസ്സിലായല്ലോ, ഡാഡിയാ. നമസ്കാരം സാർ. ഇവനാരാ? സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ സാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പേര്? സോറി, പേരറിയില്ല. ശരി സാർ, പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഡാഡി മാറ്, ഞാൻ ഭാമയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഡ്രൈവ് ചെയ്തതെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം മോള് മറന്നു. വാമേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. വരട്ടെടി, ബൈ. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. അരുന്ധതിക്കൊരു കാമുകനുണ്ട്. കാറിൽ കയറ്റിക്കൊണ്ട് വന്നു വെച്ച് അയാൾ കാമുകനാണോന്നുണ്ടോ? ഒരു ബന്ധമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു യുവതി അല്ലല്ലോ, രണ്ട് യുവതികളില്ലേ? കാമുകനായിരുന്നെങ്കിൽ പിന്നെ തന്തപ്പെടുക്കുമ്പോഴത്തേക്കും ചാടുമോ? കറക്റ്റ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. അപ്പൊ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്ന് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റയും ഫുള്ളായിട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ ഇഷ്ടിക്ക് പറ്റിയ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം. അയാളുടെ പേരെന്താ മോള് പറഞ്ഞത്? ആരുടെ? മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ? പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. അതെ. എന്താ ഡാഡി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്നൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം. വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഭാമ നിർബന്ധിച്ചിട്ടാ. അവൾക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാ ഞങ്ങളോട് പെരുമാറിയത്. മാത്രമല്ല, ആ ടാക്സി ഡ്രൈവറെ ഭാമയ്ക്ക് വളരെ അടുത്തറിയാം. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ കയറിയത്. ഗുഡ് നൈറ്റ് ഡാഡി. കാറി കയറി ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? ആ മാരുതിയെ ഫോളോ ചെയ്യേ.